ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകുന്നത് മൊബൈൽ ടെക്നീഷ്യനായ ആ നിമേഷിൻ്റെ കഥയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ. അടുത്ത രണ്ടാം ഭാഗമാണ്. അപ്പം കഥ എല്ലാവരും കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി മുഷിപ്പിക്കാത്ത കഥയിലേക്ക് പോയാലോ. അടുത്ത ദിവസം രാവിലെ ആയിരുന്നു ഞാൻ സന്ധ്യ വീട്ടിലേക്ക് പോകുന്നത്. ആ ദിവസമാണെന്നുണ്ടെങ്കിൽ അമ്മയില്ലായിരുന്നു. വീട്ടിലാണെങ്കിൽ ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഓഫീസിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളും എനിക്ക് സന്ധ്യച്ചെടുത്ത് ചോദിക്കായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കാനാണ് ചെന്നത്. ഞാനവിടെ റോഡിലെത്തുന്ന സമയത്ത് തന്നെ സന്ധ്യച്ചിയുടെ ഹസ്ബൻഡ് നേരെ ജോലിക്കായിട്ട് പോവുകയും ചെയ്തിരുന്നു. പിന്നെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അകത്തേക്ക് കയറി ചെന്നു. സന്ധ്യച്ചി അപ്പോൾ കുളിക്കാൻ പോയതായിരുന്നു. ഞാനവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം ഇരുന്നു. ഇന്നലെ സന്ധ്യച്ചി പറഞ്ഞതായിരുന്നു മൊബൈലിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ നേരത്തെ അങ്ങോട്ട് ചെന്നത്. ഞാനവിടെ സോഫയിൽ മാറിയിരുന്നു. ആ ഒരു സമയം കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് തന്നെ സന്ധ്യച്ചി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്നെ കണ്ട സമയത്ത് തന്നെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. നീ ഇവിടെ വന്നായിരുന്നു, ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സന്ധ്യച്ചി അവിടേക്ക് വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചിടിപ്പ് ഒന്ന് കൂടിയിരുന്നു. അത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് സന്ധ്യച്ചി ഞാൻ കണ്ടതുകൊണ്ട് തന്നെയായിരുന്നു. അത്യാവശ്യം നല്ലൊരു ലുക്സ് ആയിരുന്നു സന്ധ്യച്ചി. ഞാൻ ഇതുവരെയും കാണാത്ത ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. പിന്നെ കാണാനും അത്യാവശ്യം അടിപൊളി തന്നെ. മെയിനായിട്ടും സന്ധ്യച്ചിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ആളുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം വളരെ കൂളായിട്ട് സംസാരിക്കും, പിന്നെ വളരെ പ്രൊഫഷണലായിട്ട് സംസാരിക്കും. അങ്ങനെ നമുക്ക് കേട്ടിരിക്കാൻ ഒരു വല്ലാത്തൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു കഥാപാത്രമാണ് സന്ധ്യച്ചി എന്ന് പറയുന്നത്. എന്താ നീ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് സന്ധ്യച്ചി ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചിയല്ലേ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരാൻ, പിന്നെ ഈ മൊബൈലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോരുന്നത് എന്ന് ഞാൻ ഓപ്പണായിട്ട് തന്നെ സന്ദേശിച്ചോട് പറഞ്ഞു. ഓ അതായിരുന്നു, ഞാൻ ആ കാര്യങ്ങളൊക്കെ മറന്നുപോയി. പിന്നെ ഇന്ന് രാവിലെ മീനൊന്നും കിട്ടിയില്ല. പിന്നെ മീനും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാനും പിന്നെ വീട്ടിലെ പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മീൻ്റെ ഈ കാര്യം തന്നെ ഞാൻ മറന്നുപോയി കേട്ടോ എന്ന് സന്ദേശിച്ചതിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം ഞാൻ സോഫയിലേക്ക് നിന്നിടത്ത് തന്നെ സന്ധ്യച്ചിയും വന്നിരുന്നു. പക്ഷേ അപ്പം തന്നെ സന്ധ്യച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ടൊക്കെ വരാം, ഇപ്പം കുളി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ സന്ധ്യച്ചി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, ഞാനിവിടെ മൊബൈലിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം, അതെല്ലാം പിന്നീട് പറഞ്ഞു തന്നാൽ മതിയല്ലോ, എനിക്കറിയാവുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ എന്ന് സന്ധ്യച്ചിയോട് ഞാൻ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ മൊബൈലിൽ നോക്കിയിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യച്ചി ആ സമയം കൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി തിരിച്ചു വന്നു. പെട്ടെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ മോഡേണായി നിന്ന സന്ധ്യച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രഡീഷണലായിട്ട് മാറിയിരിക്കുന്നു. സാധാരണ നമ്മുടെ വീട്ടിലെല്ലാം ഇടുന്ന ഒരു മാക്സിയും കാര്യങ്ങളൊക്കെ ഇട്ടാണ് സന്ധ്യച്ചി പിന്നെ തിരിച്ചു വരുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം പെട്ടെന്ന് തന്നെ മനുഷ്യന് ഇത്രയും വലിയ മാറ്റങ്ങളൊക്കെ വരുമോ എന്നൊക്കെ ഞാൻ അതിശയിച്ചു പോയി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ സന്ധ്യച്ചി എന്നെ നോക്കിയിട്ട് ചോദിച്ചു, ഇതെന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ? അല്ല സന്ധ്യച്ചി, പെട്ടെന്നൊരു മാറ്റം വന്നുകൊണ്ട് അങ്ങനെ ഞെട്ടിപ്പോയതാണ് കേട്ടോ എന്ന് ഞാൻ ഓപ്പണായിട്ട് തന്നെ സന്ധ്യച്ചിയോട് പറഞ്ഞു. ഓ അതാണോ, ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാറുണ്ട് എന്ന് ഒരു തമാശ പോലെ സന്ധ്യച്ചി പറഞ്ഞു. അതുവരെയും ഒന്നും പറയാതെ നിന്ന് ഞാൻ എല്ലാം ഓപ്പണായിട്ട് തന്നെ സന്ധ്യച്ചിയോട് പറഞ്ഞു. ചേച്ചി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ്. അന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ ഇന്നലെ, ചേച്ചിയുടെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, ഫോണൊന്നും ചെക്ക് ചെയ്തിട്ടില്ലെന്ന്. അത് കള്ളമായിരുന്നു കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഫോണിലാണെങ്കിൽ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനെടുത്ത് നോക്കിയായിരുന്നു. പിന്നെ ചേച്ചിയുടെ ഫോണിലും കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ചേച്ചിക്ക് ഇത്രയും വലിയ ലുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ എന്ന് ഞാൻ ഓപ്പണായിട്ട് തന്നെ സന്ധ്യച്ചോട് പറഞ്ഞു. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ, നീ ആദ്യം എൻ്റെ അടുത്ത് കള്ളം പറയായിരുന്നോ എന്ന് സന്ധ്യച്ചി ചോദിച്ചു. അത് ചേച്ചിയുടെ അടുത്ത് അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നില്ല.
അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് എന്ന് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. അപ്പം തന്നെ സന്ധ്യച്ചി എന്നോട് ചോദിച്ചു, ആഹാ അത്രയ്ക്കാണോ, എൻ്റെ കാണാൻ എങ്ങനെ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ഈ നാട്ടിലാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന സന്ധ്യച്ചി തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ അധികമാരും ഇങ്ങനെ വെസ്റ്റേൺ ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ധരിക്കത്തില്ലല്ലോ. പിന്നെ ആകെ ധരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യച്ചി മാത്രമാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഞാൻ ഓപ്പണായിട്ട് തന്നെ സന്ധ്യച്ചിയോട് പറഞ്ഞു. അത് സന്ധ്യച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാനത് തുറന്നു പറയുന്നത്. ചില സമയത്ത് സന്ധ്യച്ചി അങ്ങനെയാണ്. അങ്ങനെ ഒരു സമയം കൊണ്ട് തന്നെ മൊബൈലെല്ലാം ഓരോ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില സമയത്ത് സന്ധ്യച്ച് ബോറടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ സന്ധ്യച്ചോട് പറഞ്ഞു, എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ നോക്കിയിട്ട് പോരെ ബാക്കി പഠിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് സന്ധ്യച്ചി പറഞ്ഞു, അത് ശരിയാണ്, ചില സമയത്ത് നീ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല. ആ ടൈമിലാണ് എന്തെങ്കിലും കുറുക്ക് വഴിയിലൂടെ എന്നെ പഠിപ്പിക്കുന്നതൊക്കെ. പിന്നെ മൊബൈലിൻ്റെ കാര്യങ്ങൾ എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല, പക്ഷേ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പഠിച്ചെടുക്കാനും കാര്യങ്ങളൊക്കെ. അത് നീ എന്നെ പഠിപ്പിച്ചെന്നാൽ മതി എന്ന് സന്ധ്യച്ചി പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടുക്കളയിൽ എന്തോ തട്ടിത്തടയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ സന്ധ്യച്ചിയുടെ അടുത്ത് പറഞ്ഞു, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് സന്ധ്യച്ചി എന്ന് പറയുമ്പോൾ സന്ധ്യച്ചിയും അവിടേക്ക് ശ്രദ്ധിച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു നോട്ടം മുഴുവൻ അടുക്കളയിലേക്കായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഞാനും സന്ധ്യച്ചിയും അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലേക്ക് നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ പൂച്ച അതുവഴി ഓടിപ്പോകുന്നത് കണ്ടു. അപ്പോൾ തന്നെ അങ്ങോട്ട് ചെന്ന സമയത്ത് തന്നെ 1-2 പൂച്ചകൾ പെട്ടെന്ന് സന്ധ്യച്ചി എല്ലാത്തിനെയും ആട്ടി ഓടിക്കുന്ന രീതിയിൽ ഓട് ഓട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനും ആ നിമിഷം അതിൻ്റെ കൂടെ ചേർന്നു. ഞാനും സന്ധ്യച്ചിയും കൂടെ പൂച്ച രണ്ടിനെയും അടിച്ചു ഓടിച്ചു. അത് അടുക്കള വശമാണെങ്കിൽ കുറച്ച് മേളിലോട്ടാണ്ട് പൂച്ച കുറച്ച് ചാടിയാണ് പോയതൊക്കെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അകത്ത് കയറിയിട്ട് ആ വാതിലും അടച്ചു. മറ്റൊന്നും ആയിരുന്നില്ല, ഈ പൂച്ചയും കാര്യങ്ങളൊന്നും കയറരുതല്ലോ. സന്ധ്യച്ചിക്കാണെങ്കിൽ ആകെ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കഥയും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് സന്ധ്യച്ചി പറഞ്ഞു, ആകെപ്പാട് കുളമായല്ലോ, ഞാൻ ഇന്നലെ പായസം ഉണ്ടാക്കി വെച്ചിരുന്നു, ചേട്ടനാണെങ്കിൽ അത് കുടിക്കാതാണ് പോയത്, ഇനിയും ഒരുപാട് ഇരിപ്പുണ്ട്, ഏതായാലും നീ വന്നല്ലേ നിമിഷേ, നിനക്കെടുത്ത് തന്നേക്കാം എന്ന് മാത്രം സന്ധ്യച്ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ പുഞ്ചിരിയോടെ സന്ധ്യച്ചേച്ചി ആ ഒരു കിണ്ണത്തിൽ നിറച്ചും പായസമാക്കി ഒരു സ്പൂൺ മാത്രം ഇട്ട് എൻ്റെ കയ്യിലേക്ക് തരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പൂച്ച ചാടി അതിൻ്റെ പുറകെ വീണു. പായസം തെറിച്ച് വീണ് എൻ്റെയും സന്ധ്യച്ചേച്ചിയുടെയും ദേഹത്ത് മുഴുവനായി. പെട്ടെന്ന് തന്നെ ഒരു നിമിഷത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. പൂച്ച ചാടിപ്പോയത് മാത്രം ഞങ്ങൾ രണ്ടുപേരും കണ്ടു. പക്ഷേ പായസം ഒരു മിന്നൽ പോലെ മുഖത്തും ശരീരത്തും ദേഹത്തും ഡ്രസ്സിലും എല്ലാം ആയിട്ടുണ്ട്. സന്ധ്യചേച്ചിയാണെങ്കിൽ മാക്സി ആയിരുന്നു ഇട്ടിരുന്നത്. ആ മാക്സി പുതിയ എന്തോ മാക്സിയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് മുഴുവൻ ആ പായസം തട്ടിത്തെറിച്ച് വീണ് മൊത്തത്തിൽ കുളമായിട്ടുണ്ട്. പിന്നിനി എൻ്റെ കാര്യമൊന്നും പറയണ്ട, പായസം വന്ന് വീണത് എൻ്റെ മുഖത്തേക്കായിരുന്നു. മുഖത്ത് ആകെ ഒരു ഫേഷ്യൽ ഞാൻ ആദ്യം നടത്തി. അങ്ങനെ സന്ധ്യചേച്ചിയെ നോക്കുന്ന സമയത്ത് സന്ധ്യചേച്ചി കണ്ണിട്ട് തിരുമുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എന്തോ ഒരു അപകടം പിടിച്ച പോലെ കണ്ണായിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി സന്ധ്യചേച്ചി, കണ്ണിൽ എന്ത് പറ്റി, വീണോ എന്ന് ചോദിക്കുമ്പോൾ സന്ധ്യചേച്ചി എന്നെ പറഞ്ഞു, എടാ എൻ്റെ കണ്ണിൽ ചെറുതായിട്ട് പായസം തെറിച്ച് വീണിട്ടുണ്ട് എന്ന് സന്ധ്യചേച്ചി പറഞ്ഞു. ആ നിമിഷം തന്നെ ഞാൻ കൂടെ ഓടി. അയ്യോ ഒന്നും ചെയ്യല്ലേ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഞാൻ അവിടേക്ക് ചെന്നതിന് ശേഷം എൻ്റെ കൈക്കൊമ്പിൽ വെള്ളം തെറിച്ചു. അതിനുശേഷം സന്ധ്യചേച്ചി ആ വാഷ് ബേസിൻ്റെ ആ ഒരു വാൽവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ കൈക്കൊമ്പിളിൽ വെള്ളം നിറച്ചുകൊണ്ട് സന്ധ്യചേച്ചിയുടെ കണ്ണിലേക്ക് ഞാനിങ്ങനെ കൊണ്ടുവന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ സന്ധ്യചേച്ചി കണ്ണിങ്ങനെ പതുക്കെ മുക്കി അതിങ്ങനെ കഴുകാൻ ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, പതുക്കെ പതുക്കെ മതി, ഓരോ നിമിഷവും പതുക്കെ പതുക്കെ അങ്ങനെ ചെയ്താൽ മതി, എങ്കിൽ മാത്രമേ പോകത്തുള്ളൂ എന്ന് സന്ധ്യചേച്ചിയോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആ നിമിഷവും സന്ധ്യചേച്ചി ഒരു വേദന കൊണ്ട് നീറുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സന്ധ്യചേച്ചിനെ വിളിച്ച് പറഞ്ഞു, എടാ എനിക്ക് നല്ല നീറ്റുണ്ട് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ചേച്ചി, നമുക്ക് എന്തായാലും ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി, അപ്പം തന്നെ ശരിയാവും, ആദ്യം തന്നെ ഇത് നന്നായിട്ട് വാഷ് ചെയ്യും എന്ന് പറഞ്ഞ് സന്ധ്യചേച്ചിയുടെ മുഖം ആ ഒരു വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ഞാനിങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു കയ്യിൽ കുമ്പിളിൽ വെള്ളം നിറച്ചിട്ട് കണ്ണിലേക്ക് വീണ്ടും കൊണ്ടുവന്നിട്ട് അങ്ങനെ കണ്ണ് വാഷ് ചെയ്യാൻ ആരംഭിച്ചു. പതുക്കെ പതുക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ കൊണ്ട് തന്നെ ആ മുഖം തന്നെ ഞാൻ വാഷ് ചെയ്ത് കൊടുത്തു. അത് വേറെ ഒന്നും കൊണ്ടായിരുന്നില്ല, ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പാവം ആ ഒരു രീതിയിലൊക്കെ ചേച്ചി ഇങ്ങനെ നിൽക്കുകയായിരുന്നു.
അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ സമയത്ത് സന്ധ്യ ആ വാഷ് ബേസിന്റെ മുഖത്തുനിന്ന് എണീറ്റു. കണ്ണാടിലേക്ക് നോക്കി. കണ്ണുകൾ നന്നായിട്ട് ചുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ സന്ധ്യയോട് പറഞ്ഞു, ഒന്ന് റിലാക്സ് ചെയ്താൽ മതി, കണ്ണിൽ എന്തെങ്കിലും ഐസ് എന്തെങ്കിലും വെക്കാം, എന്തെങ്കിലും തണുത്തെന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒന്ന് മാറിക്കിട്ടും എന്ന് തന്നെ സന്ധ്യയോട് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യയുടെ മാക്സിമം മുഴുവനും ശരീരത്തും കഴുത്തിലും എല്ലായിടത്തും പായസം വീണിരിക്കുകയായിരുന്നു. എന്തോ പാവം തോന്നി എനിക്ക്. ഞാൻ നേരെ ചെന്ന് ഒരു തുണി എടുത്തുകൊണ്ട് വന്നു. ശേഷം സന്ധ്യയ്ക്ക് കൊടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് ആ ഒരു നീറ്റൽ കൊണ്ട് എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ തന്നെ എല്ലാം ഒന്ന് തട്ടിക്കളഞ്ഞു. ആ സമയത്ത് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചില സമയത്ത് സന്ധ്യയ്ക്ക് കണ്ണ് കാണാൻ പറ്റാതെ ഇങ്ങനെ കണ്ണടച്ച് പിടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് കൈകൾ കൊണ്ട് ഒന്ന് താങ്ങി പിടിച്ചു. മറ്റൊന്നും ആയിരുന്നില്ല, നടന്നു വരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴും എൻ്റെ ശരീരത്ത് ഈ ഒരു പായസം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പതുക്കെ പതുക്കെ സന്ധ്യയെ പിടിച്ചുകൊണ്ട് ആ ഒരു കസേരയിലേക്ക് കൊണ്ടിരുത്തി. ചെറിയൊരു ഒരു നെറ്റ് സോഫ പോലെയാണ് ആ ഒരു സോഫ കിടക്കുന്നത്. ഞാൻ സന്ധ്യയോട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി, ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ സന്ധ്യ കൈ ഇങ്ങനെ കുലുക്കി കാണിച്ചു. ഓക്കെ അല്ല എന്നുള്ള രീതിയിലാണ് കാണിച്ചത്. ഞാൻ പറഞ്ഞു, ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും തണുത്ത് എന്തെങ്കിലും എടുത്തോണ്ട് വരാം എന്ന് നോക്കി. ഞാൻ ഫ്രിഡ്ജ് തുറങ്ങി നോക്കിയ സമയത്ത് ഐസ് കട്ടയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഒരു പാല്, കവർ പാലാണ് കേട്ടോ. അത് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇനിയിപ്പം ഇത് തന്നെ രക്ഷ എന്ന് പറഞ്ഞ് ഞാൻ ആ കവർ പാലെടുത്തു. അതിനുശേഷം ഞാൻ സന്ധ്യ പറഞ്ഞു, ചേച്ചി നേരെ കണ്ണടച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ അടുത്തേക്ക് ഞാൻ ചെന്നു. ആ സമയത്ത് തന്നെ സന്ധ്യ സോഫയിൽ വെച്ചിരിക്കുന്ന 2 കാലുകളും 2 വ്യത്യസ്ത ദിശകളിലേക്ക് മാറ്റി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യമായിട്ട് സന്ധ്യയ്ക്ക് ആ കവർ പാല് ഞാനിങ്ങനെ മുഖത്ത് വെച്ചുകൊണ്ട് ഒരു ചൂട് പിടിപ്പിക്കുന്ന പോലെ തന്നെ തണുപ്പ് പിടിപ്പിച്ചുകൊണ്ട് നേരെ മുഖത്തും പിന്നെ കണ്ണിലും എല്ലായിടത്തും ഞാൻ പതുക്കെ പതുക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുത്തു. ആ സമയം സന്ധ്യ കണ്ണടച്ച് നേരെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. എന്തോ വയ്യായ്മയെല്ലാം മുഖത്തുണ്ട്, അത് എനിക്ക് തോന്നി. ശേഷം ഞാൻ സന്ധ്യയോട് ചോദിച്ചു, ചേച്ചി പോലെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ സന്ധ്യ ഒന്ന് തലയാട്ടി. പാവം ആ സമയത്ത് ആ ഓക്കെയാണ് എന്ന് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞു. നിമേഷേ, നീ പോയിട്ട് നിന്റെ ഡ്രസ്സെല്ലാം റെഡിയാക്ക്, ആകെ കുളമായിട്ടിരിക്കല്ലേ എന്ന് സന്ധ്യയോട് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിലേക്ക് നോക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല സേമിയ പായസം നല്ല പേസ്റ്റായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഞാൻ ആദ്യ നിമിഷം ഒന്ന് ചിരിച്ചു. പെട്ടെന്ന് സന്ധ്യ കണ്ണു തുറന്ന് നോക്കിയ സമയത്ത് തന്നെ സന്ധ്യയുടെ മുഖത്തും ചിരി വന്നു. നീ ഇങ്ങോട്ട് വന്ന് നിനക്കും ബുദ്ധിമുട്ടായല്ലേ എന്ന് സന്ധ്യ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഈ സമയത്ത് എന്താണെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയില്ലേ, അത് അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാൻ സന്ധ്യയോട് അത് കാര്യങ്ങൾ പറഞ്ഞു. ആ ടൈമിൽ തന്നെ സന്ധ്യ പതുക്കെ എഴുന്നേറ്റു. പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഈ ഷർട്ടിലല്ലേ കൂടുതൽ വീണത്, അതൊരു കാര്യം ചെയ്യ്, അത് ഷർട്ട് ഞാനിവിടെ വാഷ് ചെയ്തിടാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് സന്ധ്യ പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ പോയി വാഷ് ചെയ്തോളാം ചേച്ചി. അപ്പം തന്നെ സന്ധ്യ ആ ഒരു കുറ്റബോധം എന്തൊക്കെയാലും ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, സന്ധ്യ കാണുന്നുണ്ടെങ്കിൽ അത് വാഷ് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ എന്ന ആ ഒരു ചിന്താഗതികളൊക്കെയായിരുന്നു സന്ധ്യ. അങ്ങനെ കൂടുതൽ കൂടുതൽ എൻ്റെ അടുത്ത് ഇങ്ങനെ നിർബന്ധിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഞാനത് ഊരി സന്ധ്യയുടെ കൊടുത്തു, എൻ്റെ ഷർട്ട് മാത്രമായിട്ട്. അതുകൊണ്ട് തന്നെ സന്ധ്യ അത് കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടുപോയിട്ടു. അപ്പൊ തന്നെ എനിക്ക് ചിരിയും വന്നു. മറ്റൊന്നുമല്ല, ഞാൻ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഓർത്തോർത്ത് ഇങ്ങനെ ചിരിക്കായിരുന്നു, എന്താണ് ഈ സംഭവിച്ചതെന്നൊക്കെ. ആ ടൈമിൽ തന്നെ സന്ധ്യയും ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ അടുക്കളയിൽ നിന്നുകൊണ്ട് സന്ധ്യ വിളിച്ചു പറഞ്ഞു, എടാ കുറച്ച് പായസം കൂടിയുണ്ട്, അത് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ മുട്ടൻ ചിരിച്ചു. അപ്പൊ തന്നെ സന്ധ്യ ചിരിച്ചു. ഷർട്ട് വാഷ് ചെയ്യാനിട്ട സമയത്ത് തന്നെ സന്ധ്യ ഒരു തോർത്തെടുത്തുകൊണ്ടുവന്ന് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യ എൻ്റെ കയ്യിൽ തോർത്ത് തരാനായിട്ടാണ് വന്നത്. മറ്റൊന്നും ആയിരുന്നില്ല, തോളത്തിടാനും കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു സന്ധ്യ തോർത്തെടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ തന്നെ എന്നെ കണ്ട സമയത്ത് തന്നെ, എടാ നീ ആ പാൻറ്റിലൊന്നും എടുത്ത് കളഞ്ഞില്ലേ എന്ന് പറഞ്ഞ് സന്ധ്യ തോർത്തുകൊണ്ട് പാൻറ്റിലൊക്കെ ഒരു തട്ട് തട്ടി. അപ്പൊ തന്നെ ഇരുന്ന പൈസ താഴെ വീണിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം എന്താ ഒന്ന് സംഭവിച്ചത്, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുണ്ടോടാ എന്നൊക്കെ സന്ധ്യ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഇനിയിപ്പം സംഭവിച്ചു പോയില്ലേ ചേച്ചി, എന്തൊക്കെയാലും ഇനിയൊന്നും പറയണ്ട എന്ന് തന്നെ സന്ധ്യയോട് ഞാൻ മറുപടി പറഞ്ഞു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ സന്ധ്യയും ഞാനും കൂടെ ഇങ്ങനെ മുഖാമുഖം നോക്കിക്കൊണ്ട് നിന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിരിയും വരുന്നുണ്ട്, അതേപോലെ തന്നെ വിഷമവും വരുന്നുണ്ട്. സന്ധ്യയാണെങ്കിൽ കണ്ണെടുക്കാതെ എൻ്റെ കണ്ണിലിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ തന്നെ ഞാൻ സന്ധ്യയോട് ചോദിച്ചു, എന്ത് പറ്റി ഇങ്ങനെ ചിരിക്കാനായിട്ട്?
അല്ല, എനിക്ക് നേരത്തെ കാര്യം ആലോചിച്ചിട്ട് വീണ്ടും വീണ്ടും ചിരി വരുന്നതാ എന്ന് സന്ധ്യ ചേച്ചി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അപ്പൊ തന്നെ ഞാനൊന്ന് നോണ്ടിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ചിരിച്ചോട്ടോ, ഇങ്ങനെ ചിരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിക്കാനേ പറ്റത്തുള്ളൂ. എന്തായാലും നല്ല രസമുണ്ട് ചേച്ചി. നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ? ഇപ്പോ ചേച്ചിയുടെ ഭർത്താവ് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിക്കാനല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സമയത്ത് സന്ധ്യച്ചി മുഖമൊന്ന് വാട്ടി. അതിനുശേഷം അതൊന്നും നീ പറയണ്ട, നീ നേരെയുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് തന്നെ സന്ധ്യച്ചി പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലും ചോദിക്കാൻ പോയില്ല. ഞാനങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് സന്ധ്യച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ഈ മാക്സി ഒന്ന് മാറിയിട്ട് വേറെ എന്തെങ്കിലും ഇട്ടിട്ട് വരാം എന്ന് സന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, ആകെപ്പാട് മൊത്തം കുളമായിട്ടുണ്ട്. അതിപ്പോൾ തുടച്ച് കളഞ്ഞിട്ടാണെങ്കിൽ ശരിയാണ്, പായസത്തിൻ്റെ എല്ലാം അതിനകത്ത് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്ധിച്ച് അകത്തേക്ക് പോയി. ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സോഫയിൽ തന്നെ. അപ്പോൾ തന്നെ ആ ഒരു സമയത്ത് ടി വി സന്ധിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ടി വിയിൽ നോക്കിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സന്ധ്യചേച്ചി അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? ആ സമയത്ത് ഞാൻ സന്ധ്യചേച്ചിയെ നോക്കി. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ സന്ധ്യചേച്ചിയോട് തന്നെ പറഞ്ഞു, വേണ്ട ചേച്ചി, ഞാനിപ്പം ടി വി കാണല്ലേ. ആ ഓക്കെ എന്നെങ്കിൽ ഞാൻ എന്തെങ്കിൽ മാറിയിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞ് സന്ധ്യചേച്ചി അകത്ത് നിന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ സന്ധ്യചേച്ചിയെ നോക്കി. ആ സമയത്ത് എനിക്ക് തോന്നി സന്ധ്യചേച്ചിയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലാമറായിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ലുക്സ് കൂടിയതുപോലെ എനിക്ക് തോന്നി. ഞാനങ്ങനെ കുറേ നേരം ടി വിയിൽ ഇങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സന്ധ്യ ചേച്ചി അകത്തു നിന്നിങ്ങനെ മുട്ടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. എടാ എങ്ങനെയുണ്ട് ഡ്രസ്സ് എന്ന് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല ലുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ ഞാൻ സന്ധ്യ ചേച്ചിയോട് പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട് ചേച്ചി, ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാ? അപ്പോൾ തന്നെ സന്ധ്യ ചേച്ചി പറഞ്ഞു, എനിക്കിത് കെട്ടിയമ്മ വാങ്ങിച്ചിട്ട് തന്നതാ. ഓ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല ആരും ഇട്ട്. ഞാനങ്ങനെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചേച്ചിയൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇത് സിനിമയിൽ നായികമാർക്ക് മാത്രം ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനങ്ങളായിരിക്കുന്നു എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. പെട്ടെന്ന് ചേച്ചി ഇങ്ങനെ നോക്കിച്ചിരിക്കുകയായിരുന്നു. അതേസമയം തന്നെ ഹോളിലുണ്ടായിരുന്ന ആ ഒരു കണ്ണാടിയിലേക്ക് നോക്കി ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും പോസ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു, എന്തോ ഒരു മോഡലിംഗ് പോലെ. പെട്ടെന്ന് തന്നെ ഞാൻ സന്ധ്യച്ചയോട് പറഞ്ഞു, ചേച്ചിക്ക് മോഡലിംഗ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. ചേച്ചിക്ക് അതിനകത്ത് നല്ല ഫ്യൂച്ചർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ആ ഒരു ഗ്ലാമറും കാര്യങ്ങളൊക്കെ ചേച്ചിക്കുണ്ട്. ഒരു മോഡലിംഗ് പറ്റിയ ഒരാളെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് കുറച്ചിട്ട് പിന്നെ കുറച്ച് ഒരു ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് ഈ മോഡലിംഗൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിസ്കെയറിലെങ്കിലും ഇനി പോരത്തില്ലേ ചേച്ചി എന്ന് ഞാൻ സന്ധ്യചേച്ചിയോട് പറയുന്ന സമയത്ത് ചേച്ചി അങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും നടക്കത്തില്ല, ഇനി ഇവിടുന്ന് വിട്ടാലല്ലേ പറ്റത്തുള്ളൂ എൻ്റെ കുട്ടാ, അല്ലാതെ ഞാൻ എന്ത് കാണിച്ചിട്ടും കാര്യമില്ലല്ലോ എന്ന് സന്ധ്യചേച്ചി ഓപ്പണായിട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ശരിയാണ്, ഇവിടുത്തെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ സന്ധ്യചേച്ചിയാണെന്നുണ്ടെങ്കിൽ വളരെ കർക്കശമായിട്ടുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യചേച്ചിക്ക് ഇതൊന്നും പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് സന്ധ്യച്ചി എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. പെട്ടെന്ന് ആ ഡ്രസ്സിൻ്റെ മണം അവിടെ മൊത്തം പരക്കുന്നുണ്ടായിരുന്നു എൻ്റെ മുഖിലേക്ക്. ആ സമയത്ത് എനിക്ക് തന്നെ മനസ്സിലായി പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ സന്ധ്യച്ചി എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ഒരു താടിക്കൊരു തട്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ഗ്ലാസ് പായസം കൂടെ എടുക്കട്ടെ കൊട്ടാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നോ വേണ്ട, ഞാൻ ആകെ പെട്ടിരിക്കുക. ഇത് നോക്കിയേ, ഇനി ഈ ഡ്രസ്സ് ഉണങ്ങി കിട്ടിയിട്ടേ എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ചേച്ചിയുടെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഞാൻ വീട്ടിൽ പോയി കഴിക്കണമെന്ന്. ചേച്ചിക്ക് ഒടുക്കത്ത് നിർബന്ധം എന്ന് തന്നെ ഞാൻ കൊഞ്ചിക്കൊണ്ട് സന്ധ്യച്ചിയോട് പറഞ്ഞു. അപ്പൊ തന്നെ സന്ധ്യച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അതൊക്കെ അങ്ങനെ ഉള്ളതാടാ, ഇതിപ്പോ ഞാനായിട്ട് ചെയ്ത കാര്യങ്ങളല്ലേ, അപ്പം ഞാൻ തന്നെ വേണ്ടേ ചെയ്തു തരാനൊക്കെ ആയിട്ട് എന്ന് സന്ധ്യച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്തായാലും ഞാനിനി ഇവിടെ ഇരിക്കണമല്ലോ. ആ നിനക്ക് ഇരിക്കാൻ എന്തെങ്കിലും ബോറിംഗ് ഉണ്ടോ എന്ന് സന്ധ്യച്ചി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബോറിംഗ് ഒന്നുമില്ല, ചേച്ചിയുടെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ബോറിങ് എന്ന് പറയുമ്പോൾ സന്ധ്യച്ചിക്ക് മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. ആ നിനക്ക് എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ സന്ധ്യച്ചിയോട് പറഞ്ഞു, എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് സംസാരിച്ചിരിക്കുന്നത്, അത് ചേച്ചിയോടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഇഷ്ടം എന്തായിരിക്കും തോന്നുന്നുണ്ട്. പെട്ടെന്ന് സംസാരിച്ചിരിക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പ്രകൃതമാണ് ചേച്ചിയുടേത്.
അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടെന്ന്? ഞാൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി കാണാൻ ലുക്കാണെന്ന്. അപ്പൊ തന്നെ സന്ധ്യ ചേച്ചിക്ക് ആരൊക്കെയാണെന്നൊക്കെ അറിയണം. അങ്ങനെ ഓരോ കാര്യങ്ങളും സന്ധ്യ ചേച്ചി ഇങ്ങനെ കൊത്തി കൊത്തി ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചിലതൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ചിലതൊന്നും പറയുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. ഇനി ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.